ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിന് ജയേട്ടന്റെ അനുവാദം വാങ്ങാനാണ് ഞാൻ ഇപ്പൊ വന്നത്. എന്തനുവാദം? ജയേട്ടൻ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം പലയിടത്തും ഞാൻ ജോലിക്ക് അപേക്ഷിച്ചു. ഒരു നല്ല കമ്പനിയിൽ നിന്നും ഇന്റർവ്യൂവിന് കാർഡ് വന്നിട്ടുണ്ട്. നീ എവിടെയായിരുന്നാലും സമാധാനത്തോടെ ജീവിക്കുന്നെന്ന് മാത്രം എനിക്ക് കേട്ടാ മതി. വാടക കുടിശ്ശിയുടെ പേരിൽ വീട്ടുടമസ്ഥൻ വന്ന് വീട് പൂട്ടിക്കൊണ്ടുപോയി. എനിക്ക് ജോലി കിട്ടിയാൽ ഉടനെ ഞാൻ എഴുതാം. ആ അഡ്രസ്സിൽ മറുപടി അയച്ചാൽ മതി. ശരി, നീ പൊയ്ക്കൊള്ളൂ. എല്ലാം പറഞ്ഞതുപോലെ. എന്റെ ചില്ലറയില്ല. ചെക്ക് തന്നാലും മതി. ചെക്കോ? അതെ, പിച്ചക്കാശിന് പകരം ചെക്ക് സ്വീകരിച്ചാൽ മതി എന്നാ ഞങ്ങളുടെ യൂണിയന്റെ തീരുമാനം. ഇൻകണ്ടാഴ്ച ശല്യം കൊണ്ടാ. ഇന്നിലേക്കുള്ള വഴി ഏതാ? ഇവിടുന്ന് നേരെ പോയി ഇടത്തോട്ട് തിരിയണം. ഇല്ല ചേച്ചി, ഇവിടുന്ന് നേരെ പോയി വലത്തോട്ട് തിരിയണം. ചുമ്മാ ഇല്ലേ ചേച്ചി, ഇവരൊക്കെ ചേച്ചി വഴിതെറ്റിപ്പിക്കാൻ വേണ്ടി പറയാണ്. ശരിക്കുള്ളത് ഞാൻ പറഞ്ഞുതരാം. പറയൂ. അത് അവിടെ തന്നെ ഞാൻ ചോദിച്ചാൽ മതി. പ്രായം കൂടിയ കളിയാക്കരുത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? എല്ലാം കുസൃതി പിള്ളേരെ, അവരെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? അച്ഛനും അമ്മയും ആരെന്നറിയാതെ തെരുവിൽ വളരുന്ന പിള്ളേരെ. പക്ഷെ ഞാനെന്ന് പറഞ്ഞ ജീവന്. ഞാൻ ഈ ടൗണിലുള്ള പല ഓഫീസുകളിലും ചോറ് കൊണ്ട് കൊടുക്കുന്നോളാ. തിരിച്ചു വരുമ്പം ഈ പാത്രത്തിലുള്ള മിച്ചം എല്ലാം ഈ പിള്ളേർക്ക് കൊണ്ടുവന്ന് കൊടുക്കും. ഇവരെല്ലാം എന്റെ കൂടെ താമസിക്കുന്നത്. പേരെന്താ? അമ്മിണി. ഞാനിവിടെ സ്പിന്നിങ് മില്ലിൽ ഇന്റർവ്യൂവിന് വന്നതാ. സ്ഥലമൊന്നും പരിചയമില്ല. അയ്യോ, മില്ലിലേക്ക് കുറെ ദൂരമുണ്ട്. എന്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. വലിയ ഉപകാരം. വരും. എടാ വരണടാ. നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി അവന്മാർ ഇന്റർവ്യൂ വെച്ചത്. അവർ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് അവന്മാർക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നിയമിച്ചു കഴിഞ്ഞു.